ഹലോ, ഞാൻ അപർണ. അർജു. അതെ. അപ്പം ഇന്ന് ഞങ്ങൾ ഹൂ നോസ് ഹൂം ബെറ്റർ എന്നുള്ളൊരു എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അരമണിക്കൂറോടെ ഇരുന്ന് ശരിക്കണോ? ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത്തരം ഓൾറെഡി ചിന്തിച്ച് വെക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രോംപ്റ്റ് ChatGPT ഇട്ട് കൊടുത്തിട്ട് 20 ചോദ്യം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രിഞ്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഐ എം ഫോഴ്സിങ് ഹിം ടു. അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്. അപ്പം നീ തന്നെ എന്തെല്ലാം ക്രിഞ്ച് കാണിച്ചിരിക്കുന്നു. അപ്പൊ ദേ ബുക്കുണ്ട്, മാർക്കറുണ്ട്. ഇതിൽ രണ്ടുപേരും ഇങ്ങനെ കാണാതെ ഇങ്ങനെ ഇരുന്ന് എഴുതണേ. പിന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ അപർണയുടെ ഫേവറേറ്റ് അല്ല കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ബുദ്ധിയില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം അർജു ആണെങ്കിൽ അർജുനും ഞാനും എഴുതണം, ഇവനും എഴുതണം. മനസ്സിലായില്ലേ? അങ്ങനല്ലേ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പിന്നെ ചോദിക്കുവാണ് അർജുൻ്റെ ഫേവറേറ്റ് എന്താ പറയാ ഫുഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഉത്തരം എഴുതണം. എന്നാലല്ലേ കറക്റ്റ് ആണോന്ന് അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പം എന്നോട് മാത്രമല്ല, ഇപ്പൊ അർജുന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ മനസ്സിലായില്ലേ? കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതാണ് റൂൾസ്. പിന്നെ ഏറ്റവും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്ന ആളാണ് ജയിക്കുന്നത്. മനസ്സിലായില്ലേ? സമ്മാനം ഒന്നുമില്ല. നിങ്ങളുടെ സമ്മാനം ആര് തരും? നീ തരണം. നിന്റെ ചാനലല്ലേ ഈ പൈസ? അതെടാ, ഈ പൈസ നീ എടുത്തോന്നൊക്കെ. ഓക്കെ, അപ്പം തുടങ്ങാം. ChatGPT ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ChatGPTയുടെ പേര് അപർണ പ്രേംരാജ്. അപർണ GPT. ഓക്കെ. വിച്ച് കാർ ഡസ് അർജുൻ ലവ്സ് ദ മോസ്റ്റ്? ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ നിനക്കറിയാം. അല്ല, ഇത് ആദ്യം തന്നത് ChatGPT. ഇങ്ങനെ തന്നെയല്ലേ എഴുതുന്നതെന്ന് എനിക്ക് അറിയത്തില്ലടാ, എനിക്ക് കാണാവടാ. കാണിക്കട്ടെ. 1 2 3 കറക്റ്റ് അല്ലേ? അപ്പം ഞാൻ പോയിന്റ് എഴുതി വെക്കാവേ. രണ്ടുപേർക്കും പോയിന്റ് കിട്ടിയേ. സൂപ്പർ കാറാണ് ഗൈസ്, എനിക്ക് ഇഷ്ടമാണ്. അല്ല, വാങ്ങിച്ചു തരുമോ? തരാം. വാട്ട്സ് അപർണാസ് അൾട്ടിമേറ്റ് കംഫർട്ട് ഫുഡ് ആഫ്റ്റർ എ ബാഡ് ഡേ? അതായത് എന്താണ് അപർണ ഒരു ബാഡ് ഡേ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ കംഫർട്ട് ഫുഡ് ഏതാ? അതെന്താ കംഫർട്ട് ഫുഡ്? ഭയങ്കര ഇഷ്ടം. അത് മനസ്സിലായി, പക്ഷെ അത് എന്താ നീ എല്ലാം കഴിക്കത്തില്ലേ? അങ്ങനല്ല, എന്നാലും ഞാൻ എപ്പോഴും ക്രേവ് ചെയ്യുന്ന ഒരു ഫുഡ്. ഓക്കെ, ഐ വിൽ ലൈവ് സംതിങ്. ദൈവമേ, തെറ്റിക്കഴിഞ്ഞ. ഓക്കെ, 1 2 3. എന്ത് കഴിച്ചത്? ചിക്കൻ വിങ്സ്. ബിരിയാണി അല്ലേ കഴിക്കുന്നത്? കഴിക്കാറില്ല. ഞാൻ ചിക്കൻ വിങ്സ് കഴിച്ചാ വണ്ണം വെച്ചത്. ഇന്ന് ബിരിയാണി കഴിച്ചു, അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി കഴിച്ചത്. ചിക്കൻ വിങ്സ്. അപ്പൊ നിനക്ക് പോയിന്റ് ഇല്ല. പിന്നെ ഞാൻ കറക്റ്റാ, നീ തെറ്റിച്ച്. നീ മറിച്ച് വെക്ക, എനിക്ക് കാണാം. Who is more likely to impulse buy something online at 2 AM? 2 മണിക്ക് രാവിലെ ഇമ്പൾസ് ആയിട്ടൊരു സാധനം. 2 മണിക്ക് നീ ഉറങ്ങാ. 2 മണി ഓൺലൈൻ. നീ ഓൺലൈൻ. അപർണ, ഞാൻ സമ്മതിച്ചിരുന്നു. കിടക്കാൻ നേരത്താണ്. എല്ലാ ദിവസവും ഇവിടെ നയിക്കാണ്. പിന്നെ ദൈവമേ, ഒരു ലെതർ ഉണ്ടാക്കാൻ ഡെയിലി ആമസോൺ ഇവിടെ വരില്ല പരിപാടി. എനിക്ക് ദൈവം സഹായിച്ച ഇമ്പൾസ് ബൈങ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. എഡിറ്റ് ചെയ്യുന്നവന് ഇത് നന്നായിട്ട് അറിയാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താണേലും രണ്ടുപേർക്കും പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പം അപർണയാണ് മുന്നിൽ നിൽക്കുന്നത്. 3-2 പോയിന്റ് ആണ്. അപ്പോ ഇനി അടുത്ത ചോദ്യം. ഇഫ് വി ഹാഡ് ടു പിക്ക് വൺ വെക്കേഷൻ സ്പോട്ട് ഫോർ എവർ, വാട്ട് വുഡ് ഇറ്റ് ബി? അതായത് ഫോർ എവർ, എപ്പോഴും പോകാനായിട്ട് ഒരു വെക്കേഷൻ സ്പോട്ട്. എപ്പോഴും പോണം? എപ്പോഴും. ഞങ്ങള് വെക്കേഷന് പോയിട്ടില്ല. അടുത്ത് നമ്മള് വെക്കേഷന് പോവാറുണ്ടോ? വെക്കേഷൻ ആയിട്ടില്ല, നമ്മള് കല്യാണം കഴിഞ്ഞാൽ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 2-2.5 വർഷമായി, ഇതുവരെ പോയിട്ടില്ല. അതല്ല, എഴുത്, ഞാൻ പറയാം.
വെക്കേഷൻ സ്പോട്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതാണ് നമ്മൾ കോമൺലി എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു സ്ഥലം എഴുതാം. ടാക്ടിക്സ് ഇല്ല ഇതിന് മാർക്ക് എങ്ങനെ ഇടും? ശരിയാ, നീ എഴുത്. എന്നാലും ചുമ്മാ ഇടും. മനപ്പുറത്ത്, ഇതൊരു മനപ്പുറത്തും ചോദ്യമാണ്. ഒരിക്കലും കറക്റ്റ് ആത്തില്ല, പക്ഷെ ഉറപ്പാ. ജപ്പാൻ. ജപ്പാൻ എനിക്കറിയാം, ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. ജപ്പാനിൽ പോകണം പറയുന്നല്ലേ, ഞാൻ പിന്നെ എങ്ങനെ ഗസ് ചെയ്യാതിരിക്കും? എന്തുവാണേലും ഞാൻ മാൽഡീവ്സ് ഒന്നും എഴുതായിരിക്കും. മാൽഡീവ്സ് ഒക്കെ ചുമ്മാ ഒരു ട്രെൻഡിന്റെ പുറകെ പോകുന്നത്, പക്ഷെ ശരിക്കും ജപ്പാനിൽ പോകാനാണ് ഇഷ്ടം. അതെ അതെ, കുറച്ച് സാമഗ്രികളുണ്ട് അവിടെ. പിന്നെ അവിടെ കോസ്മെറ്റിക്സ് അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട്. എനിക്ക് കൊറിയല്ല, അല്ല ജപ്പാനിലും ഉണ്ട്. പോണോ? Who is more likely to cry during a movie? Simple. Who is more likely to cry? സിനിമ കണ്ട ഏറ്റവും കൂടുതൽ കരയാൻ ചാൻസ് ഉള്ളത്. ഒരൊറ്റ ഉത്തരം. 3, 2, 1 അപർണ. ഞാനിവിടെ കരയുമ്പോ ഞാൻ സെലക്ടഡ് മൂവീസിനെ കരയാറുള്ളൂ, അതും ആരും ഇല്ലെങ്കിൽ മാത്രമേ. ആരെ കാണിച്ചോണ്ട് വരാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന മിക്ക പടങ്ങളിലും. പോയിന്റ് എത്രയാ ഇപ്പം? അയ്യോ, ജപ്പാന്റെ എഴുതാൻ മറന്നുപോയി. ജപ്പാന്റെ മനപ്പുറത്തറ. ഇതെന്ത് ഇവിടെ വെറുതെ ഒക്കെ പോയിന്റ് ഇടുന്ന? ദേടാ, അയ്യോ ഇത് ഇങ്ങനെ വെട്ടണായിരുന്നു. ആരടാ? അത് കുഴപ്പമില്ല, ഇപ്പൊ 8 ബോക്സോ. അർജുന 4, എനിക്ക് 5. ഇല്ല, വെട്ടാറായിട്ടൊന്നുമില്ല. അടുത്തത്. വാട്ട്സ് അർജുൻസ് മോസ്റ്റ് യൂസ്ഡ് ഇമോജി? ഇമോജി ഇപ്പൊ എന്താ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്റ്റിക്കർ വരക്കാൻ കഴിവുണ്ട്. ഞാൻ ഇതെനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. രോഹി കൈ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന സ്റ്റിക്കർ ഇവിടെ ഒന്ന് കാണിച്ചേക്കെ. ഇങ്ങനെ നിൽക്കുന്ന എന്ത് പറഞ്ഞാലും, നല്ല കാര്യം പറഞ്ഞാലും 6-5. Who takes longer to get ready for a night out? പക്ഷെ ഈയിടെയായിട്ട് വേറെ ചിലരാണ്. ആരുമില്ല, ഒരാള് തന്നെ എപ്പോഴും. അതെനിക്ക് വീട്ടിൽ ഒത്തിരി പണിയുണ്ട്. ഞാൻ ഇറങ്ങി അങ്ങ് പോകും. എന്റെ ചാനലില് ജട്ടി നല്ലല്ലേ? നീ ജട്ടി ഇടാറില്ലേ? ഫാമിലി ഫ്രണ്ട്ലി ചാനലാ. എന്റെ ഫാമിലി ഫ്രണ്ട്ലിയാണ്. അപ്പൊ 7-6. ഓക്കെ, അത് വേണ്ട, ഇത് കൊള്ളത്തില്ല. സെലക്ടഡ് ക്വസ്റ്റ്യനുകൾ മാത്രമേ ഇവിടെ ഇറക്കത്തുള്ളൂ. What's Aparna's favorite memory about us? അറിയത്തില്ല നിനക്ക്? About us. അർജുൻ അറിയാം. എനിക്കെല്ലാം ഫേവറേറ്റ് ആണ്. വേണ്ട കേട്ടോ, ഞാൻ എഴുതാൻ പോവാണേ. അപർണാസ് ഫേവറേറ്റ് മെമ്മറിയാ? ഓക്കെ, സ്പെസിഫിക് ആവണേ. ഓക്കെ. എടേ, അത് ഒരെണ്ണം ഞാൻ കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം എന്റെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓറിടാൻ പോവാ. അല്ല, കല്യാണം എല്ലാവർക്കും ഫേവറേറ്റ് മെമ്മറിയാണ്, അത് എഴുതാൻ പറ്റൂല. ആഫ്റ്റർ കല്യാണം അല്ല, അങ്ങനല്ല. അല്ല, കല്യാണം അല്ലാണ്ട് വേറെ പ്രേമിച്ച ഇത്രയും നാളുകളുള്ളൂ. ഓക്കെ ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. എന്തുവാ? ബാംഗ്ലൂർ നൈറ്റ് ഔട്ട് ആൻഡ് ജനുവരി 2023. ബാംഗ്ലൂർ നൈറ്റ്. ഓക്കെ ഓക്കെ, ബാംഗ്ലൂർ നൈറ്റ്സ്. ബാംഗ്ലൂരിലെ യാമങ്ങൾ. അമ്മേ അച്ഛനും കാണുന്നതാ. അതിന് നീ ചേച്ചിയുടെ വീട്ടിലും അങ്ങനൊന്നുമില്ല. ഞാൻ എന്റെ സ്ഥലം ഇവിടെ, അവളുടെ ചേച്ചിയുടെ ദൈവം കോർമംഗലയില്, ഞാൻ വിദ്യാരണ്യപുരത്ത്. Who apologizes first after a fight even if they are not wrong? ഒറ്റ പേര്. സത്യം എഴുതണേ. ഓക്കെ, സത്യമാണോ? അപർണ. ഇതിന് മാർക്ക് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് കളഞ്ഞേക്കാം. അതെ, അത് എന്തിനു എന്നെ ചോദിച്ചു? ഞാനാന്നറിയാമല്ലോ. എടി,
നീ നിന്നെ കുറിച്ചുള്ള ചോദിക്കും, ചാറ്റ് GPT ഇല്ലാണ്ട് ഞാൻ എന്നെ കുറിച്ചുള്ള ചോദിക്കും, അത് മാറ്റി. ഓക്കെ ഓക്കെ. എന്റെ ഫേവറേറ്റ് കാർ ഏതാ? നിന്റെയോ? നിനക്ക് ആ കാറിന്റെ പേരൊക്കെ അറിയാവോ? എന്റെ ഏറ്റവും ഫേവറേറ്റ് എഴുതണേ. എന്റെ ഏറ്റവും ഫേവറേറ്റ് എഴുതണം. അർജുന്റെ അറിവിൽ 2 എണ്ണം ഉണ്ട്, എന്റെ അറിവിലും എനിക്ക് 2 എണ്ണം ഉണ്ട്. ഒരേപോലുള്ള 2 എണ്ണമാണ് കാണാൻ, ഏകദേശം കാണാൻ. അത് പറയാൻ ഞാൻ പെട്ടി പോലും. വാഗണും റാംഗ്ലറും അല്ലേ? കറക്റ്റ് അല്ലേ പേര്? റുബിക്കോൺ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. എടാ മറ്റവന്റെ മനസ്സിലായി, റാംഗ്ലർ. അത് റാംഗ്ലർ അല്ല, റുബിക്കോണാ. അല്ല റാംഗ്ലറാ. നീ റാംഗ്ലറാ? അത് റാംഗ്ലറാ, ജീപ്പ് റാംഗ്ലറാ. അപ്പൊ അർജുന്റെ മാർക്ക് പിന്നെയും പോയി. പക്ഷെ നീ ഇത് കണ്ടപ്പോഴാണ് നീ അത് നിനക്ക് വേണോന്ന് പറഞ്ഞു. അല്ല റാംഗ്ലറാ. റാംഗ്ലറും ജീവാഗണും രണ്ടും ഇങ്ങനെ പെട്ടി വണ്ടി. അത് പെട്ടി വണ്ടി ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മറ്റേ വണ്ടിയില്ലേ, സ്കോർപിയോ, അതൊക്കെ ഇങ്ങനല്ലേ ഇരിക്കുന്നത്. ജിംനി എന്റെ ഒരു ഫേവറേറ്റ്, പക്ഷെ ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ജീവാഗണും റാംഗ്ലറും. ഓക്കെ, ഇനി അർജുന്റെ ചോദ്യം ചോദിക്കേ. ഇനി മൈ ഫേവറേറ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏറ്റവും അധികം റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമ ഏതാണ്? സിനിമയാണ് സീരിയസ് ഫ്രണ്ട്സ് ആണ്. ഈ അടുത്ത് ഞാൻ ആ സിനിമ ഉണ്ടായിരുന്നു. എടാ ഞാൻ 9, നീ 8 ആണ്. നിന്റെ ഫേവറേറ്റ് സിനിമ എന്ന് പറയുന്നത് 9, 8 എങ്ങനെ വന്നു നിനക്ക്? വന്ന് ഇപ്പൊ നീ തെറ്റിച്ചു. ഇല്ല അതില്ല. എനിക്ക് മാർക്ക് 1, 2, 3, 4, 5, 6, 7. ഫേവറേറ്റ് സിനിമ നീ ഒരെണ്ണം തെറ്റിച്ചായിരുന്നു. ഇല്ല ഫേവറേറ്റ് സിനിമ നീ എടുത്ത്. ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമ കണ്ടെങ്കിൽ പ്ലീസ്. എനിക്ക് സിനിമ പേര് ഓർമ്മയില്ല, ഞാൻ നായകന്റെ പേര് ഞാൻ ഇടാം. തീർന്നടാ, അവിടെ തന്നെ നിന്റെ മാർക്ക് പോയി. അവന്റെ പേരെന്തായിരുന്നു? ഇവന്റെ ഏതൊരു പടമാണ്. രൺബീർ കപൂർ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. ആ പടമല്ല ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണുന്നത്. ആ പടം എനിക്ക് ഒരു വട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എടുത്തു പറഞ്ഞതാ. അപ്പൊ അത് മലയാളം പടം. തോറ്റോ? തോറ്റ്. എന്റെ ഗെയിം ഇന്നും കൂടെ ഉച്ചക്കിരുന്ന് കണ്ടതാ. ഞാൻ കക്കൂസിരിക്കുവായിരുന്നു. എന്തോ ഫാമിലി ഫ്രണ്ട്ലി. അതെ, ഞാൻ പറഞ്ഞു അർജുൻ ബാത്റൂമിൽ കയറി ഇനി ഇറങ്ങാൻ 1/2 മണിക്കൂറുണ്ട്, എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് 1/2 മണിക്കൂർ കണ്ടാ മതി. അപ്പൊ അർജുൻ ഞാൻ മാറ്റുവാണേന്ന് പറഞ്ഞിട്ടാ ഞാൻ പോയിരുന്നു കണ്ടത്. മുക്കുമ്പോ ക്യാപ്റ്റൻ അമേരിക്ക അസംബിൾ. അതെ അത് തന്നെ. വേറെന്തോ ആണെന്ന്. അർജു 7, ഞാൻ 10. ഇനി അർജു ചോദിക്കാം. ഞാൻ 2 എണ്ണം ചോദിച്ചു, അപ്പൊ അർജു 2 എണ്ണം ചോദിക്കണേ. മൈ ഫേവറേറ്റ് 10-7 എന്ന മാർക്കിൽ ഗെയിം വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം 10-7 എന്നുള്ള മാർക്കിൽ അർജു തോറ്റിട്ട് നമ്മൾ കളി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്നെ കുറിച്ച് ഞാൻ പഠിച്ചു വെക്കുന്നേ. പിന്നെ അപ്പം അതുകൊണ്ട് പിന്നെ മൈക്കിൽ എന്തോ ഇഷ്യൂ വന്നു, അതുകൊണ്ടാണ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഇനിയും വീഡിയോ ചെയ്യണോ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോയെ ചെയ്യണം പറയത്തില്ല. ഓക്കേ ഗയ്സ്, സീ യാ ബൈ. അത് ഇങ്ങനെ വെക്കുന്നു. അതിനൊക്കെ സ്വാഗ് വേണോ പറഞ്ഞേ? ഹലോ റെക്കോർഡായിരുന്നു, പക്ഷെ മൈക്ക് പോയി. അത് പെട്ടെന്ന് പോയത്, കുഴപ്പമില്ല.